2025 ഒരുപാട് തള്ളുപടങ്ങളൊക്കെ ഇറങ്ങിയെങ്കിലും മലയാളത്തിൽ ഒരു തള്ളുപടം ഇറങ്ങിയില്ലെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ രണ്ടെണ്ണന്മാർ ചേർന്ന് വൺ തള്ളുപടം ഇറക്കിവിട്ടത്. സത്യത്തിൽ ഇത് ആരുടെ പടമാണെന്ന് ചോദിച്ചാൽ നോ ഐഡിയ. ഈ റോസ്റ്റ് കാണുന്നതിന് മുമ്പ് നിങ്ങളുടെ ബ്രെയിൻ ഒന്ന് മാറ്റി വെച്ച് കാണുന്നതായിരിക്കും നല്ലത്. അപ്പോൾ പടം തുടങ്ങുന്നത് കുറച്ച് കൊച്ചു പിള്ളേരുടെ ടീംസ് തമ്മിൽ വഴക്കുണ്ടാക്കുന്നതാണ്. അതിനിടയിൽ ഒരുത്തൻ ചോദിക്കും, ഈ നാട്ടിലെ വലിയ കള്ളനെ പിടിച്ചോണ്ടുപോയി ഹീറോ ആയ ഒരാളെ പറ്റി അറിയാമോ? എന്തിനാടാ മോനെ ഈ ചോദ്യം ഇപ്പോൾ ചോദിക്കാൻ കാരണം? ഓ ശരിയാണ്, ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാലല്ലേ മാസ് ബിൽഡപ്പ് കിട്ടത്തുള്ളൂ. അങ്ങനെ ആ ഗ്രൗണ്ടിൽ ആ പൊരിഞ്ഞ വെയിലത്ത് വെച്ച് 2.5 മണിക്കൂറുള്ള കഥ അങ്ങ് പറഞ്ഞു തുടങ്ങും. അപ്പോൾ സ്റ്റോറി എന്തെന്ന് വെച്ചാൽ പടത്തിലെ മെയിൻ വില്ലനായ ഒരു MLA നേരെ മന്ത്രിയായിട്ട് പദവി എടുക്കാൻ പോവാണ്. അപ്പോഴേക്കും നമ്മുടെ ഹീറോ അവിടത്തെ ഒരു കരിക്ക് കൊടുത്ത് CM-നെ കക്കൂസിൽ പോകാൻ മുട്ടിക്കും. തൊട്ടപ്പുറത്തെ ലോക്കൽ കക്കൂസിൽ കയറാൻ വയ്യാത്തോണ്ട് നമ്മുടെ ഹീറോ ഒരു കാറും കൊണ്ട് വന്നിട്ട് CM-നെ തട്ടിക്കൊണ്ടു പോകും സിമ്പിൾ ആയിട്ട്. അങ്ങനെ ഈ കാര്യം നാട്ടിൽ മൊത്തം പാട്ടാവും. ഇനി അടുത്ത് നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു കാർ ചേസ് സീനാണ്. നിങ്ങൾ ഇപ്പോൾ വിചാരിക്കും ഹീറോ ഇതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടുമെന്ന്. അതിന് ഹീറോയുടെ കയ്യിൽ ഒരു സിമ്പിൾ ട്രിക്ക് ഉണ്ട്. ഒരു ബോംബ് എടുത്ത് ഒരൊറ്റ എറിയിൽ കാര്യം തീർക്കും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും അതിൽ ബോംബ് മാത്രമേ പോകുന്നുള്ളൂ, പക്ഷേ അത് എറിയുന്നത് ഹീറോ അല്ല. അങ്ങനെ ഇത് അന്വേഷിക്കാൻ വേണ്ടി പാർട്ടിക്കാരായിട്ട് ഒരു മീറ്റിംഗ് ഒക്കെ വെക്കും. എല്ലാവരും ഇത്രയും സീരിയസ് സിറ്റുവേഷനിൽ ഇരിക്കുമ്പോഴും നമ്മുടെ DGA അവിഞ്ഞ കോമഡികൾ ഇരുന്നുകൊണ്ട് പറയും, എല്ലാ പാർട്ടിക്കാരും അണ്ടർ കൺട്രോൾ ആയിരുന്നു സർ. പെട്ടെന്ന് അദ്ദേഹത്തിന് തൂറാൻ മുട്ടി പോകും. സോറി സർ, എനിക്ക് വേണമെങ്കിൽ അവൻ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യായിരുന്നു, പക്ഷെ ഞാനത് ചെയ്തില്ല സർ. അങ്ങനെ ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി നമ്മുടെ CM-ന്റെ മോൻ വരും, ചെന്നൈ ഗായി. എന്നിട്ട് എല്ലാവരുടെ മുമ്പ് വെച്ച് ഒരു മാസ് ഡയലോഗ് അങ്ങ് അടിക്കും. പക്ഷെ ഇനി അവന്മാരുടെ ഒരു പരിപാടിയും വർക്കാവില്ല. വന്നിരിക്കുന്നത് അവന്റെയൊക്കെ തന്ത. ഇത്രയും ബിൽഡപ്പ് സ്വന്തമായിട്ട് തന്നെ പറഞ്ഞിട്ടും വേറൊരുത്തൻ ചുമ്മാ വീണ്ടും കുറച്ച് റിഞ്ച് മാസ് ബിൽഡപ്പ് കൊടുത്തുകൊണ്ടേയിരിക്കും. തന്ത വൈബ്, ദി അറൈവൽ ഓഫ് ദ മാൻ ഓഫ് ഇന്റലിജൻസ്. ഈ നിമിഷം മുതൽ എന്റെ റോൾ മോഡൽ. ഇനി നോ മോർ ക്രഞ്ച്. ഇനി ക്യാഷ് വാങ്ങിച്ചിട്ട് ബിൽഡപ്പിന് മാത്രം വന്നതാണോ എന്തോ. അങ്ങനെ ഈ സമയം നമ്മുടെ ഹീറോ വിജയ് അണ്ണന്റെ വണ്ടി എടുത്തുകൊണ്ട് CM-നെ കൊണ്ട് പേരില്ലാത്ത ഏതൊരു കക്കൂസ് കേന്ദ്രത്തിൽ പോകും. അവിടെ വെച്ച് ഈ അമ്മച്ചിയുടെ കുറച്ച് അവിഞ്ഞ തമാശകളുണ്ട്. നമ്മൾ ട്രിപ്പ് പോണതല്ല, ഇത് കിഡ്നാപ്പാ. ഇയാള് ഞങ്ങളുടെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നൊന്ന് പ്ലാൻ ചെയ്. ഓട്ടോ ഓട്ടോ നിർത്ത് മോനെ, മുഖ്യമന്ത്രിയാ, സെക്രട്ടറി കൊണ്ട് കളയണേ. ബൈ ദ വൈ ഈ അമ്മച്ചി ആരാണെന്ന് ചോദിച്ചാൽ അതും അറിയത്തില്ല. അപ്പോഴേക്കും പോലീസ് സ്റ്റേഷനിൽ ഒരു കണ്ണ് കാണാൻ വയ്യാത്ത ഒരുത്തൻ വന്ന് ഹീറോയെ കണ്ടെന്നും പറഞ്ഞ് ഹീറോയുടെ മുഖം വരച്ചു കൊടുക്കും. ആക്ച്വലി വരച്ചതൊക്കെ എല്ലാം ശരിയാണ്. ബൈ ദ വൈ കണ്ണ് കാണാൻ വയ്യാത്ത പയ്യൻ എങ്ങനെയാടാ നമ്മുടെ ഹീറോയുടെ മുഖം വരച്ചത്? ഈ സ്ക്രിപ്റ്റ് ആരുടെ എഴുതിയത്? അങ്ങനെ നമ്മുടെ ഹീറോ CM-നെ കൊണ്ട് ഏതോ ഒരു പേരില്ലാത്ത ഊരിൽ ഒരു ചെറിയ റൂമിൽ പൂട്ടിയിടും. അപ്പോഴേക്കും നമ്മുടെ ഹീറോ എല്ലാവർക്കും ഒരു വോയിസ് മെസ്സേജ് അയക്കും. സംഭവം എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് കാര്യം വേണമെങ്കിൽ അതൊരു പേപ്പറിൽ എഴുതി ഒരു വാനിന്റെ അകത്ത് കൊണ്ടുവിടാൻ പറയും. ഇത് കേട്ടപാടെ ആളുകൾ എല്ലാവരും എഴുതി കൊണ്ടിട്ട് ആ വണ്ടി മുഴുവൻ നിറയ്ക്കും. ബൈ ദ വൈ ഇതെടുത്തോണ്ട് പോകാൻ വേണ്ടി നമ്മുടെ ഹീറോ വരും. അപ്പോഴേക്കും ഒരു 30ഓളം പോലീസ് വണ്ടികൾ ഹീറോയെ വളയ്ക്കും. കന്നഡയിൽ റോക്കി ബായ് ഷോ ഇറക്കിയത് പോലെയും തമിഴിൽ ദില്ലി ഷോ ഇറക്കിയതും പോലെയും മലയാളത്തിൽ അണ്ണൻ ഷോ ഇറക്കണം വേണ്ടി ഒരു മെഷീൻ ഗൺ വെച്ച് അതിൽ കൂടെ പടക്കങ്ങൾ അങ്ങ് പൊട്ടിക്കും. എന്തോന്നടേ, നിങ്ങൾ വാണം പടക്കം പൊട്ടുന്നത് മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ, അത് കയ്യിൽ വെച്ച് സ്റ്റൈൽ കാണിക്കുന്നത് കണ്ടിട്ടില്ലല്ലോ. എന്നാൽ കണ്ടോ? ലോജിക് ഇല്ലെന്നും പറഞ്ഞ് എന്തോന്നൊക്കെയാടാ പണി വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോ അത്രയും പോലീസിനെ അടിച്ച് പാഴ്സലാക്കി ലോറിയിൽ കയറ്റി CM-ന്റെ മോന്റെ കയ്യിലെത്തി. അപ്പോഴേക്കും ഒരു ആവശ്യമില്ലാതെ നമ്മുടെ പടക്കം സ്റ്റാർ അവിടെ എത്തിയതിനു ശേഷം കുറച്ച് മാസ് ഡയലോഗ് അങ്ങ് അടിക്കും. അതൊക്കെ എന്തിനാടാ ഇവിടെ പറയുന്നത്? അങ്ങനെ അടുത്ത് കാണാൻ പോകുന്നത് നമ്മുടെ ഹീറോയുടെ ഫ്ലാഷ് ബാക്ക് ആണ്. ഒരു തമിഴ് ടെംപ്ലേറ്റ് ഫ്ലാഷ് ബാക്ക്. ഒരു അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു, അവർ CM കാരണം മരിക്കുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയ്ക്ക് പ്രാന്താവുന്നു. എല്ലാവരും കൂടെ ചേർത്ത് ഹീറോയെ പ്രാന്താശുപത്രിയിൽ അയക്കുന്നു. അവിടെ കിടന്ന് വീണ്ടും ഭ്രാന്ത് വിടുന്നു. അങ്ങനെ ഒരു ലോജിക്കും ഇല്ലാതെ നമ്മുടെ ഹീറോ വേറൊരു യൂണിവേഴ്സിൽ എത്തുന്നു. അത് നമ്മുടെ അണ്ണന്റെ ഗില്ലി യൂണിവേഴ്സ് ആയിരുന്നു. അങ്ങനെ നമ്മുടെ അണ്ണനായിട്ട് കമ്പനിയൊക്കെ അടിച്ചു കൊടുക്കുന്ന നമ്മുടെ ഹീറോ വാളയാർ പരമശിവമായി മാറുന്നു. അപ്പോഴേക്കും നമ്മുടെ അണ്ണൻ പറയും, ഞാൻ ഇവിടുത്തെ എന്റെ ഹീറോയിസം പീക്ക് ലെവലിൽ എത്തിയെന്ന് വിശ്വസിക്കും. ഇനി ഞാൻ ഇവിടെ നിൽക്കുന്ന കാര്യമില്ല. എന്റെ കമ്പനി നിന്നെ ഏൽപ്പിച്ച് ഞാൻ പോവുകയാണ്. അങ്ങനെ ഞാൻ എന്റെ ചങ്കുകളെ ഏൽപ്പിച്ചിട്ട് പോയാ ഈ രാജ്യത്തെ ഫാക്ടറികളുടെ എണ്ണം ആവായി. പക്ഷെ ഞാൻ പോയതോടെ നിങ്ങൾ ആരും കരയരുത്. ആദ്യം ഈ സ്ക്രിപ്റ്റും ഡയലോഗും എഴുതിയ മന തല്ലണം. ഇമാതിരി ക്രിഞ്ച് ഡയലോഗ്, അതും ഇമോഷണൽ ക്രിഞ്ച് നമ്മുടെ ബാലയെ പോലും അടിക്കില്ല. അങ്ങനെ നമ്മുടെ ഹീറോയെ തേടി പോലീസൊക്കെ എത്തും. അപ്പോഴേക്കും നമ്മുടെ അണ്ണൻ വന്ന് കുറച്ച് നോ ലോജിക്കൽ പണ്ണൽ അങ്ങ് പണ്ണും. ഇത്രയും പേർ വെടിവെച്ചിട്ട് ഒരു ബുള്ളറ്റ് പോലും അണ്ണന്റെ ബോഡിയിൽ കയറില്ല. അങ്ങനെ നമ്മുടെ ഹീറോയെ CM-ന്റെ മോൻ തൂക്കുന്നു. അങ്ങനെ വീണ്ടും ഹീറോ ജയിലിലേക്ക് പോകുന്നു. അപ്പോഴേക്കും വേറെ യൂണിവേഴ്സിൽ നിന്നും കുറെ ഹീറോയെ തപ്പി വരും, അതും ജയിലിൽ. അപ്പോഴേക്കും നമ്മുടെ ഹീറോയെ അണ്ണനും ചേർന്ന് അങ്ങ് പണി വരും. ജയിലിന്റെ അകത്ത് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനോ. അങ്ങനെ പടം തീർന്നു. ഇനി പാർട്ട് 2 അവരതും കൂടി നമ്മൾ കാണേണ്ടി വരും.